ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിന് എന്തെല്ലാം അവകാശങ്ങളുണ്ട്? പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധിക്ക് എന്തെല്ലാം അധികാരങ്ങളാണ് നൽകുന്നത്? പ്രതിപക്ഷത്തിൻ്റെ യോജിപ്പോ വിയോജിപ്പോ കേൾക്കാതെ CBI, എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ് തുടങ്ങി പുതിയ കാല രാഷ്ട്രീയത്തിൽ ഏറ്റവും നിർണായകമായ അന്വേഷണ ഏജൻസികളുടെ തലവന്മാരെ നിയമിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഇനി അങ്ങനെ ചെയ്യാൻ കഴിയുമോ? ഇതെല്ലാം വിശദമായി തന്നെ പരിശോധിക്കാം. കഴിഞ്ഞ 10 വർഷവും ലോക്സഭയിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം ഉണ്ടായിരുന്നില്ല. പ്രതിപക്ഷ നേതാവിനെ നേരിടാതെ 10 വർഷം തികച്ച പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി. ആകെ ലോക്സഭാ സീറ്റിൻ്റെ 10% അംഗങ്ങൾ കോൺഗ്രസിലില്ല എന്ന സാങ്കേതിക ന്യായം പിടിച്ചാണ് 1ഉം 2ഉം മോദി സർക്കാരുകൾ പ്രതിപക്ഷ നേതൃസ്ഥാനം ഒഴിവാക്കിയത്. ഇപ്പോൾ കോൺഗ്രസ് സീറ്റുകൾ 99ഉം 1ഉം 100ആണ്. പ്രതിപക്ഷ നേതൃസ്ഥാനം തടയാനാവില്ല. കോൺഗ്രസിൻ്റെ മാത്രമല്ല ഇന്ത്യ മുന്നണിയിലെ കക്ഷികളുടെയെല്ലാം അനൗദ്യോഗിക നേതാവ് കൂടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി. എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റ്, സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ, സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷൻ തുടങ്ങി സുപ്രധാന സ്ഥാപനങ്ങളുടെ മേധാവികളെ തീരുമാനിക്കുന്ന കമ്മിറ്റികളിൽ ഇനി മുതൽ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി അംഗമാകും. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ചീഫ് ജസ്റ്റിസ് നിർദ്ദേശിക്കുന്ന മറ്റൊരു സുപ്രീം കോടതി ജസ്റ്റിസ്, അതും പ്രതിപക്ഷ നേതാവുമാണ് ഈ 3 അംഗ നിയമന സമിതിയിലെ അംഗങ്ങൾ. രാഷ്ട്രീയ എതിരാളികളെ വീഴ്ത്താനും വഴക്കി നിർത്താനും കേന്ദ്ര അന്വേഷണ ഏജൻസികളെ സർക്കാർ ദുരുപയോഗിക്കുന്നുവെന്ന അതീവ ഗുരുതര ആരോപണം നിലനിൽക്കുന്ന ഈ കാലത്ത് ഈ സമിതികളിൽ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യത്തിന് സവിശേഷമായ പ്രാധാന്യമുണ്ട്. പ്രതിപക്ഷ നേതാവ് നിർദ്ദേശിക്കുന്ന ആളെ ഈ പദവിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്നല്ല, പക്ഷേ സർക്കാരിന് ഏകപക്ഷീയമായി ചിലരെ ഈ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് തടയിടാൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് കഴിയും. കുറഞ്ഞപക്ഷം ഈ വിഷയങ്ങൾ സജീവമായ ചർച്ചയാക്കാനെങ്കിലും രാഹുൽ ഗാന്ധിക്ക് കഴിയും. അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് പാർലമെൻറ്റിൻ്റെ സുപ്രധാന കമ്മിറ്റികളിലും അംഗമാകാം. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി, പബ്ലിക് അണ്ടർടേക്കിങ്സ് കമ്മിറ്റി, എസ്റ്റിമേറ്റ് കമ്മിറ്റി തുടങ്ങി, ഇതുമാത്രമല്ല സംയുക്ത സഭാ സമിതികൾ, അങ്ങനെ സംയുക്ത ഇരു സഭകളുടെയും ചേർന്നുള്ള സമിതികൾ രൂപീകരിക്കുകയാണെങ്കിൽ ആ സമിതിയിലും സ്വാഭാവികമായും പ്രതിപക്ഷ നേതാവിന് അംഗമാകാം. അതുവഴിയും ഇത്തരം സമിതികളിലെ തീരുമാനങ്ങളിലും ശുപാർശകളിലുമൊക്കെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് നേരിട്ട് ഇടപെടാനുള്ള അധികാരം ലഭിക്കുകയാണ്, അല്ലെങ്കിൽ വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള അധികാരം കൂടി ലഭിക്കുകയാണ്. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെയും കമ്മീഷനിലെ 2 അംഗങ്ങളെയും തീരുമാനിക്കുന്ന 3 അംഗ സമിതിയിലും അംഗമാകാൻ കഴിയും. അവിടെയും തീരുമാനം സ്വാഭാവികമായും മറ്റ് 2 അംഗങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമന്ത്രിയും പ്രധാനമന്ത്രി തീരുമാനിക്കുന്ന ഒരു കേന്ദ്രമന്ത്രിയുമാണ്. അവർ 2 പേരും ഒരു അഭിപ്രായം പറയുകയും പ്രതിപക്ഷ നേതാവ് മറ്റൊരു അഭിപ്രായം പറയുകയും ചെയ്താലും അവരുടെ അഭിപ്രായത്തിന് സ്വാഭാവികമായും മേൽക്കൈ 3ൽ 2 പേരുടെ മേൽക്കൈ ലഭിക്കുകയും അത് നടപ്പാവുകയും ചെയ്യാം. പക്ഷേ അവിടെയും വിയോജിപ്പ് രേഖപ്പെടുത്താനുള്ള, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനെ ഏകപക്ഷീയമായി ഒരാളെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഈ ആളിന് ഇന്ന കുഴപ്പങ്ങളുണ്ട് എന്ന് പ്രതിപക്ഷത്തിന് പരാതികളുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്താനും അത് ചർച്ചയാക്കാനുമുള്ള അവസരം കൂടിയാണ് ലഭിക്കുന്നത്. മറ്റൊന്ന് മറ്റ് അധികാരങ്ങളാണ്. ഒരു ക്യാബിനറ്റ് റാങ്ക് കൂടിയാണ് പ്രതിപക്ഷ നേതാവിന് ലഭിക്കുന്നത്. സ്വാഭാവികമായും ഒരു ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന മറ്റ് ശമ്പളം, വാഹനം, ഓഫീസ് തുടങ്ങി മറ്റ് ആനുകൂല്യങ്ങളെല്ലാം തന്നെ പ്രതിപക്ഷ നേതാവിന് ലഭിക്കും. 14 പേരെ സ്റ്റാഫ് അംഗങ്ങളാക്കി നിയമിക്കാനുള്ള സൗകര്യമുണ്ട്. സാലറി ആൻഡ് അലവൻസ് ഓഫ് ലീഡർ ഓഫ് ഒപ്പോസിഷൻ ഇൻ പാർലമെൻറ്റ് ആക്ട് 1977 അനുസരിച്ചാണ് ഈ ആനുകൂല്യങ്ങളൊക്കെ നിശ്ചയിക്കുന്നത്. ഈ ആക്ടിന് പല ഘട്ടത്തിലും പല ഭേദഗതികളും വരുത്തിയിട്ടുണ്ട്. ഇതിൻ്റെ എല്ലാം സൗകര്യങ്ങൾ ഒരു കേന്ദ്ര മന്ത്രിക്ക് ലഭിക്കുന്ന, ക്യാബിനറ്റ് മന്ത്രിക്ക് ലഭിക്കുന്ന അത്തരം സൗകര്യങ്ങൾ ഏകദേശം തുല്യമായി തന്നെ പ്രതിപക്ഷ നേതാവിന് ലഭിക്കും. ഏകദേശം 3.3 ലക്ഷം രൂപ ശമ്പളമായും ലഭിക്കുന്നുണ്ട്. മന്ത്രിമാർക്ക് ലഭിക്കുന്ന തരത്തിലുള്ള സർക്കാർ ബംഗ്ലാവ്, അതും പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധിക്ക് ലഭിക്കും. മറ്റ് ആരോഗ്യ സംവിധാനങ്ങൾ, കുടുംബത്തിനുള്ള സംവിധാനങ്ങൾ, യാത്രയ്ക്കുള്ള വാഹനം, അത്തരം സംവിധാനങ്ങളും എല്ലാം തന്നെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കും. മറ്റൊന്ന് സ്ഥാനമാണ്. സ്പീക്കറുടെ ഇടതുഭാഗത്തിരിക്കുന്നത് സ്പീക്കറുടെ വലതുഭാഗത്ത് ഭരണപക്ഷ നിര, ഇടതുഭാഗത്ത് പ്രതിപക്ഷ നിര. ആ പ്രതിപക്ഷ നിരയിൽ മുൻനിരയിലെ ഒന്നാമത്തെ സീറ്റ് പ്രതിപക്ഷ നേതാവിനുള്ളതാണ്. അതും സ്വാഭാവികമായും രാഹുൽ ഗാന്ധിക്ക് തന്നെ ലഭിക്കും. മറ്റൊന്ന് ലോക്സഭയിലുള്ള റോളാണ്. അത് പ്രധാനമായ ഒന്ന് റോൾ അദ്ദേഹം പൂർത്തിയാക്കി കഴിഞ്ഞു. പുതിയ സ്പീക്കറെ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ പുതിയ സ്പീക്കറുടെ കസേരയിലേക്ക് ആനയിക്കുന്നത് പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവും പാർലമെൻ്ററി കാര്യ മന്ത്രിയും ചേർന്നാണ്. അതോടൊപ്പം തന്നെ ഈ രാഷ്ട്രപതി സംയുക്ത സഭകളെ അഭിസംബോധന ചെയ്യുന്ന ഘട്ടത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിക്കേണ്ടത് സ്വാഭാവികമായും പ്രധാനമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ്. അതും പാർലമെൻ്ററി കാര്യമന്ത്രിയും ഇതിൽ ഉൾപ്പെടും. നിയമസഭകളിലുമൊക്കെ നമ്മൾ കാണും മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും ചേർന്നാണ് ഗവർണറെ സ്വീകരിക്കുന്നത്. അതുപോലെ രാഷ്ട്രപതി ഈ സഭകളെ
അഭിസംബോധന ചെയ്യാനെത്തുന്ന സുപ്രധാന ഘട്ടങ്ങളിൽ ഇവർ രണ്ടുപേരും ചേർന്നാണ് സ്വീകരിക്കേണ്ടത്. ഇതും പ്രതിപക്ഷ നേതാവിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെ അധികാരങ്ങളും അവകാശങ്ങളുമുള്ള ഒരു പദവിയിലേക്കാണ് രാഹുൽ ഗാന്ധി ഇതാദ്യമായി എത്തുന്നത്. 5ാം തവണയാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കുടുംബത്തിൽപ്പെട്ട ഒരു വ്യക്തി ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഈ സ്ഥാനത്തേക്ക് എത്തുന്നത്. ഈ കഴിഞ്ഞ 4 ടേമിലും രാഹുൽ ഗാന്ധി 2004 മുതൽ 2014 വരെ UPAക്ക് അധികാരമുണ്ടായിരുന്ന കാലത്തത്, ആ കാലത്ത് പോലും രാഹുൽ ഗാന്ധി ഔദ്യോഗികമായി ഒരു പദവിയും ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. പലതവണ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കും മന്ത്രിസ്ഥാനത്തേക്കുമൊക്കെ അദ്ദേഹത്തിൻ്റെ പേര് നിർദ്ദേശിക്കപ്പെടുകയും ആവശ്യങ്ങൾ ഉയരുകയും ചെയ്തപ്പോഴും ഒഴിഞ്ഞു മാറുന്ന രീതിയായിരുന്നു രാഹുൽ ഗാന്ധി സ്വീകരിച്ചത്. ഇത് അതിനുശേഷമുള്ള 10 വർഷങ്ങൾ അദ്ദേഹത്തിന് അധികാരമില്ലാത്ത നാളുകളായിരുന്നു. അതിനുശേഷമുള്ള 5 വർഷത്തിൻ്റെ തുടക്കത്തിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. അവിടെയാണ് അദ്ദേഹം ആദ്യമായി അധികാരം എടുക്കുന്നത്. അദ്ദേഹത്തിന് പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ അച്ഛനും അമ്മയും പ്രതിപക്ഷ നേതാക്കളായിരുന്നിട്ടുള്ള ആളുകളാണ്. രാജീവ് ഗാന്ധി 89, 90-ൽ ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ അമ്മ സോണിയാഗാന്ധി 99 മുതൽ 2004 വരെ വാജ്പേയി സർക്കാരിൻ്റെ കാലത്തും പ്രതിപക്ഷ നേതാവായിരുന്നു. അച്ഛൻ പ്രധാനമന്ത്രിയായിട്ടുണ്ട്, പക്ഷേ അമ്മ പ്രധാനമന്ത്രിയായില്ല. പിന്നീട് വന്ന UPA സർക്കാരിൻ്റെ കാലത്ത് മൻമോഹൻ സിംഗാണ് പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നത്. എന്തായാലും അതങ്ങനെ നിരവധി സവിശേഷതകൾ വ്യക്തിപരമായി കൂടി രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സാധാരണഗതിയിൽ നോക്കിയാൽ, പ്രോട്ടോകോൾ അനുസരിച്ച് നോക്കുമ്പോഴല്ല എങ്കിൽ പോലും സാധാരണഗതിയിൽ നോക്കിയാൽ പ്രധാനമന്ത്രി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്തേക്ക് നിൽക്കുന്ന, രാഷ്ട്രീയ അധികാര സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ പ്രതിപക്ഷ നേതാവാണ്. അങ്ങനെ മോദി വേഴ്സസ് രാഹുൽ ഗാന്ധി എന്നതിന് ഇപ്പോഴാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കറക്റ്റായ ഒരു ചിത്രത്തിലേക്ക്, അങ്ങനെ തുല്യ അധികാരത്തോടു കൂടി തന്നെ ഒരു ഭാഗത്ത് പ്രധാനമന്ത്രിയായി മോദി നിൽക്കുമ്പോൾ മറുഭാഗത്ത് പ്രതിപക്ഷ നേതാവായി രാഹുൽ ഗാന്ധി നിൽക്കുന്നു. അത്തരമൊരു അവസ്ഥയിലേക്ക് ഇന്ത്യ രാഷ്ട്രീയം കൂടി മാറുകയാണ്.